നമസ്കാരം, KMS ചാനലിലേക്ക് സ്വാഗതം. ഫിൻലാൻഡ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലോകം ഇന്ന് സംസാരിക്കുന്നത് ഉക്രൈനെയും റഷ്യയെയും കുറിച്ചാണ്. പക്ഷേ നിശബ്ദമായ ശക്തിയായി ഉയർന്നത് ഇന്ത്യ. രണ്ടു രാജ്യങ്ങളുമായി സൗഹൃദം പാലിച്ചുകൊണ്ട് ലോക ഡിപ്ലോമസിയുടെ പാത മാറ്റുന്ന രാഷ്ട്രം. ഇത് വെറും നയതന്ത്രമല്ല, ഇത് ഇന്ത്യയുടെ പുതിയ ഗെയിം പ്ലാൻ ആണ്. ഇന്ത്യയുടെ ആഗോള രാഷ്ട്രീയ പങ്ക്, ഒരു യൂറോപ്യൻ നേതാവിന്റെ കാഴ്ചപ്പാട്. ഇന്ത്യക്ക് റഷ്യയോടും ഉക്രൈനോടും ഒരേപോലെ ബന്ധമുണ്ടല്ലോ, അതിനാൽ ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്ക് വഹിക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തീർച്ചയായും ഇതാണ് ഇപ്പോൾ ലോകത്തിന് വേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇന്ത്യയെ വളരെ അധികം ആരാധിക്കുന്ന ഒരാളാണ്. എൻ്റെ കാഴ്ചയിൽ ഇന്ത്യയാണ് അടുത്ത സൂപ്പർ പവർ. അമേരിക്കയോടും ചൈനയോടും ഒപ്പം നിൽക്കാൻ പോകുന്ന രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യ ഒരു വ്യക്തമായ സുരക്ഷാ രാഷ്ട്രീയ ചിന്തയോടെ മുന്നേറുന്നു. ഇപ്പോൾ ഇന്ത്യ അനുസരിക്കുന്നത് ഒരു ബഹുമുഖ വിദേശ നയമാണ്. റഷ്യയുമായും അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും ചൈനയുമായും ബന്ധം നിലനിർത്താനുള്ള ശ്രമം. എൻ്റെ അഭിപ്രായത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ കളിക്കാർ രംഗത്തിറങ്ങേണ്ട സമയമാണിത്. അതിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷിയും. അവർക്കാണ് കോളനിവൽക്കരണത്തിൻ്റെയും യുദ്ധങ്ങളുടെയും അനുഭവം മനസ്സിലാക്കാൻ കഴിവുള്ളത്. അവർ ഇടപെട്ടാൽ ഈ സംഘർഷം കുറയ്ക്കാൻ അതിവിശാലമായ സാധ്യത ഉണ്ടാകും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തൽ അന്യായമല്ല എന്ന ചോദ്യത്തിന് അതൊരു ഇന്ത്യയുടെ സ്വതന്ത്ര തീരുമാനമാണ്. ഇന്ത്യ ഒരു വലിയ രാജ്യം, വലിയ കളിക്കാരൻ, സ്വതന്ത്ര രാജ്യമാണ്. തങ്ങളുടെ വിദേശ നയത്തിന് ഏറ്റവും ഉചിതമായത് എന്താണെന്ന് അവർ തന്നെ തീരുമാനിക്കും. മുമ്പ് വ്യാപാരവും ഊർജവും രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ അതേ കാര്യങ്ങൾ ആയുധമാക്കപ്പെടുന്നു എന്നതാണ് ദൗർഭാഗ്യകരം. അമേരിക്ക യൂറോപ്പിനോട് റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഹംഗറി, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്നും അത് ചെയ്യുന്നു. യൂറോപ്പ് റഷ്യൻ ഊർജ ആശ്രയത്വം 80% വരെ കുറച്ചിട്ടുണ്ട്. എന്നാൽ ചൈന ഇപ്പോഴും വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നു. അതിനാൽ ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് നീതിയല്ല. നമ്മളെല്ലാവരും ചേർന്നാണ് ഈ പ്രശ്നം സൃഷ്ടിച്ചത്. അമേരിക്ക ചൈനയ്ക്കെതിരായ തീരുവ കുറച്ചത് ഇന്ത്യക്കെതിരെ വർദ്ധിപ്പിച്ചത് എന്തിന്? ഞാനൊരു ചെറിയ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവനാണ്. സ്വതന്ത്ര വ്യാപാരത്തിലും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമാണ് ഞങ്ങൾ വിശ്വാസം പുലർത്തുന്നത്. എനിക്കൊട്ടും തീരുവകളോട് ഇഷ്ടമില്ല. ഞാൻ സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ പിന്തുണക്കാരനാണ്. അപ്പോൾ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അവകാശമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതെ, ഐക്യരാഷ്ട്രസഭയുടെ വിലക്ക് ഇല്ലെങ്കിൽ ഏതു രാജ്യവും മറ്റേതു രാജ്യത്തിൽ നിന്ന് ഊർജം വാങ്ങാൻ സ്വതന്ത്രമാണ്. എനിക്ക് ആ കാര്യത്തിൽ ഇന്ത്യക്ക് ഉപദേശം നൽകാനാകില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിൽ പൂർത്തിയാകട്ടെ എന്നാണ്. ഇന്ത്യ ഇപ്പോൾ ആഗോളവേദിയിലെ ഒരു വലിയ ശക്തിയാണ്. അവരുടെ ഓരോ നീക്കവും ലോകത്തെ സ്വാധീനിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ ജനറൽ അസംബ്ലിയിൽ 2 തവണ പറഞ്ഞിട്ടുണ്ട്. സുരക്ഷാ കൗൺസിൽ വികസിപ്പിക്കണം, അവിടെ അംഗത്വം ഇരട്ടിയാക്കണം. ഇന്ത്യ പോലുള്ള ഒരു രാജ്യം സുരക്ഷാ കൗൺസിലിൽ ഇല്ലെന്നത് തന്നെ ഒരു വലിയ പിഴവാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കുറഞ്ഞത് 1 രാജ്യം, ആഫ്രിക്കയിൽ നിന്ന് 2, ഏഷ്യയിൽ നിന്ന് 2 രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. കാരണം ഇന്ത്യ പോലുള്ള ശക്തികൾക്ക് അവിടെ ഉള്ളതായി തോന്നുന്ന എന്ന സ്ഥാനം ലഭിക്കാതെ പോകുമ്പോൾ ഐക്യരാഷ്ട്രസഭ പോലുള്ള സ്ഥാപനങ്ങൾ ദുർബലമാകുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ പ്രവർത്തകർക്കുമുള്ള ഫിൻലാൻഡിന്റെ സമീപനം. ഫിൻലാൻഡിൽ ഇതിനകം തന്നെ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രവർത്തകരുമുണ്ട്. പഠന വിസയോ ജോലി വിസയോ, ഞങ്ങൾ അതിനെ ഒരു ശക്തിയായി കാണുന്നു. നന്നായി നിയന്ത്രിച്ച കുടിയേറ്റം എപ്പോഴും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ത്യൻ സുഹൃത്തുക്കൾ ഇവിടെ ധാരാളമുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ത്യ ഫിൻലാൻഡ് പ്രതിരോധ സഹകരണം 2020 നാം പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏകദേശം 3 ബില്യൺ യൂറോ ആണ്. അത് കൂടുതൽ വർദ്ധിപ്പിക്കണം. ഇന്ത്യയാണ് ഭാവി. ജനസംഖ്യാ നേട്ടം, സാങ്കേതിക വിദ്യ, സാമ്പത്തിക വളർച്ച എല്ലാം ഇന്ത്യയുടെ പക്കലുണ്ട്. ഫിൻലാൻഡ് പോലുള്ള ഒരു രാജ്യം ഇന്ത്യയുമായി പ്രതിരോധ മേഖലയിലോ മറ്റേതെങ്കിലും മേഖലയിലോ
സഹകരിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ഇരു രാജ്യങ്ങൾക്കും നല്ല ഫലം നൽകും. ഫിൻലാൻഡ് മന്ത്രിയോടുള്ള അടുത്ത ചോദ്യം: ചൈനയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഭീഷണിയോ മത്സരക്കാരനായോ? ഭീഷണി എന്ന് പറയേണ്ട, ചൈന സ്ട്രാറ്റജിക് മത്സരക്കാരൻ മാത്രമാണ്. ലോകം ഇപ്പോൾ ഡീറിസ്ക് ചെയ്യുമോ ഡീകപ്പിൾ ചെയ്യുമോ എന്ന ചർച്ചയിലാണ്. എനിക്ക് വേർപെടൽ താല്പര്യമില്ല. അതായത് വിതരണ ശൃംഖലകളിൽ മുഴുവൻ ആശ്രയം വെക്കാതെ വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക, അതാണ് യുക്തമായ വഴി. ഫിൻലാൻഡ് ചൈന ബന്ധവും ആർട്ടിക്കൽ മേഖലയിലെ സംഭവവും. ചൈനീസ് കപ്പൽ ബാൾട്ടിക് കടലിൽ കേബിളുകൾ വെട്ടി സംഭവമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ചൈനയുമായി സഹകരിച്ച് കൊണ്ടിരിക്കുന്നു. ആർട്ടിക് മേഖലയിൽ ആർട്ടിക് കൗൺസിൽ എന്നതാണ് പ്രധാന കൂട്ടായ്മ. നോർഡിക് രാജ്യങ്ങൾ, കാനഡ, അമേരിക്ക, റഷ്യ, തുടർന്ന് നിരീക്ഷക രാജ്യങ്ങളായി കൊറിയയും ചൈനയും. പക്ഷേ വിഷമകരമായത്, ലോകം ഏറ്റവും കൂടുതൽ സഹകരണം ആവശ്യമായ സമയത്ത് അതേ സഹകരണം തന്നെ നഷ്ടമാകുന്നു എന്നതാണ്. ക്ലൈമറ്റ് മാറ്റം, യുദ്ധം, സുരക്ഷ, സാങ്കേതികവിദ്യ വികസനം, ഇവയെല്ലാം സഹകരണമില്ലാതെ പരിഹരിക്കാനാകില്ല. ലോകം വേർപെടാതെ ഒന്നിക്കേണ്ട സമയമാണിത്. KMS യൂട്യൂബ് ചാനൽ കാണുന്ന പ്രേക്ഷകരോട് ഇന്ത്യയെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ പറയുന്നത് വെറും സ്നേഹവചനങ്ങളല്ല. ഇത് ലോകം ഇന്ത്യയെ കാണുന്ന പുതിയ കണ്ണാണ്. ഇന്ത്യ ഈസ് ദ ഫ്യൂച്ചർ. അത് ഇനി ഒരു വാക്കല്ല, ലോകരാഷ്ട്രീയത്തിൻ്റെ പുതിയ യാഥാർത്ഥ്യമാണ്. റഷ്യയുമായി സൗഹൃദം, അമേരിക്കയുമായും ബന്ധം, യൂറോപ്പുമായി സഹകരണം, ഇത് ഇന്ത്യയുടെ ആഗോള ഗെയിം പ്ലാനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്